സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള വോട്ടർമാരുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം ആയിരുന്നു പുറത്തുവിട്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ആകെ 2.69 കോടി വോട്ടർമാർ ആണ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിൽ തന്നെ 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് കുറഞ്ഞ വോട്ടർമാർ എന്നത് 8.97 ലക്ഷം വോട്ടർമാരാണ്. അതായത് 2025 ഒക്ടോബറിൽ നമുക്ക് ഒരു വോട്ടർ പട്ടികയുണ്ടായിരുന്നു. ആ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ വോട്ടർമാരുടെ എണ്ണത്തിൽ 8 ലക്ഷം പേരുടെ കുറവ് ഉണ്ടായിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയുടെ ലിസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 16 ലക്ഷം വോട്ടർമാരുടെ കുറവ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഈ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഇതിൽ തന്നെ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ ഉണ്ട്. അതായത് വോട്ടർ പട്ടിക എന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അതിൽ ഇപ്പോൾ ഈ 8 ലക്ഷം വോട്ടർമാരുടെ കുറവുണ്ടാകുമ്പോൾ വലിയ കുറവുണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് അതാണ്. തിരുവനന്തപുരം എന്ന നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 47,647 വോട്ടർമാരുടെ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മറ്റൊരു മണ്ഡലമായ വട്ടിയൂർക്കാവിൽ 42,580 വോട്ടർമാരുടെ കുറവുണ്ടാകുന്നു. നേമത്ത് വലിയ തോതിൽ വോട്ടർമാരുടെ കുറവുണ്ടായിട്ടുണ്ട്. 38,063 വോട്ടർമാരുടെ കുറവാണുള്ളത്. മറ്റൊന്ന് കഴക്കൂട്ടമാണ്. 32,769 വോട്ടർമാരുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, ഈ വോട്ടർമാരുടെ കുറവിൽ എന്താണ് അസ്വാഭാവികത എന്ന് തോന്നാം. ഇവിടെ സൂചിപ്പിക്കേണ്ടത് ഈ തിരുവനന്തപുരം എന്നത് നഗര കേന്ദ്രീകൃതം ആകുന്ന ഒരു പ്രദേശം ആണ്. അവിടെ പല ആളുകളും ജോലി ആവശ്യങ്ങൾക്ക് വരുന്നു, അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പല ആളുകളും ജോലി ആവശ്യങ്ങൾക്കുമൊക്കെയായി മറ്റിടങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ BLOമാർ പറയുന്നത് ഇത്രയും അധികം ആളുകളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഇത്രയും അധികം ആളുകൾ കുറഞ്ഞു പോയത് എന്നതാണ്. അതാണ് അതിൻ്റെ ഒരു സാങ്കേതികത്വം. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഈ മണ്ഡലങ്ങളുടെ പ്രത്യേകത എന്ത് എന്നതാണ് നമ്മൾ നോക്കുന്നത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും മുൻതൂക്കം ഉണ്ടായിട്ടുള്ള 3 മണ്ഡലങ്ങൾ ഇതിൽ പെടുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ കഴക്കൂട്ടത്തും നേമത്തും വട്ടിയൂർക്കാവിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ട് നേടിയിരുന്നു എന്നതാണ്. അതേസമയം തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ BJP അല്ല ഏറ്റവും മുന്നിൽ നിന്നത്, കോൺഗ്രസ് ആയിരുന്നു എന്നതാണ്. ശശി തരൂർ ആണ് ഈ വോട്ട് നിലയിൽ മുന്നോട്ട് വന്നത്. അപ്പോൾ BJPക്ക് നേട്ടം ഉണ്ടായിട്ടുള്ള മണ്ഡലങ്ങളിലും ഒപ്പം തിരുവനന്തപുരത്തും ആണ് ഈ വോട്ടർമാരുടെ എണ്ണത്തിൽ ഏറ്റവും അധികം കുറവ് സംഭവിച്ചത്. ഇതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്ക സൃഷ്ടിക്കുന്നത്. അതായത് ഈ കൊഴിഞ്ഞു പോയ വോട്ടർമാർ അത് ആരുടെ വോട്ടർമാർ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ അതാണ് വിശദമായി പരിശോധിക്കുന്നത്. അതായത് തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ വോട്ട് കുറയുമ്പോൾ അത് ആർക്ക് നേട്ടമാകും, ആരുടെ വോട്ടുകൾ ആണ്. അതായത് ഈ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടുകൾ 4 മണ്ഡലങ്ങളിൽ നിന്ന് മാത്രം കുറഞ്ഞിട്ടുണ്ട്. അത് ആരുടെ വോട്ടുകൾ ആണ്. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പാണല്ലോ മുഖ്യം. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ട് കുറഞ്ഞത് എങ്ങനെ പ്രതിഫലിക്കും, നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് ഇതാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, SIR വന്നതിന് ശേഷം അതിൽ സാങ്കേതികമായ പല കാരണങ്ങൾ ഉണ്ട്. അതിസങ്കീർണമായ ഒന്നായിരുന്നു SIR എന്നത് നമുക്കറിയാം. പലരും, അതായത് ഇപ്പോഴത്തെ ഒരു കണക്ക് അനുസരിച്ച് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരെ കഴിയുന്നത്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർമാരുടെ ഒരു പട്ടികയുണ്ട്. അതായത് പട്ടികയുടെ ഒരു കണക്ക് നോക്കിയാൽ ഏതാണ്ട് പ്രവാസി വോട്ടർമാർ മാത്രം 2,23,558 എന്നതാണ്. സർവീസ് വോട്ടർമാർ 54,110 എന്നതാണ്. അങ്ങനെയൊക്കെ വിശദമായി പരിശോധിക്കുമ്പോൾ കഴിയുന്നത്ര ആളുകളെ ഉൾപ്പെടുന്ന സാഹചര്യമുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ 4 മണ്ഡലങ്ങളിലെ വോട്ടർമാരുടെ കുറവ്, അതിനെ വിവിധ മുന്നണികൾ ഏത് നിലയിലാണ് വിലയിരുത്തുന്നത്? തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് വെക്കുന്ന ആശങ്കകളുടെ ആക്കം കൂട്ടുന്ന കണക്കുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട 7 മണ്ഡലങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. അതിൽ തന്നെ 40,000-ന് മുകളിൽ വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നത് 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതായത് തിരുവനന്തപുരം സെൻട്രലിൽ 47,647, വട്ടിയൂർക്കാവിൽ 42,580, നേമത്ത് 38,063. ഈ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളിൽ വലിയ
വലിയ തരത്തിൽ, അതായത് ഇത്രയധികം വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് വരുന്ന അല്ലെങ്കിൽ അവർ പുറത്താകുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം കഴക്കൂട്ടം, നെയ്യാറ്റിൻകര, കോവളം, പാറശാല മണ്ഡലങ്ങളിൽ 20,000-ലധികം വോട്ടുകൾ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. ഇതാണ് ഒരു തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച ഒരു പൊതുവിലുള്ള ചിത്രം. ഇവിടെ രാഷ്ട്രീയമായ ചില ആശങ്കകൾ ഉയരുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന തിരുവനന്തപുരത്തെ പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും, അതായത് ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രലിലെ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം ഈ മണ്ഡലങ്ങളിലായി ഏതാണ്ട് ഒരു 1.5 ലക്ഷത്തിലധികം വോട്ടുകൾ ആകെ കുറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിൽ ചില അസ്വാഭാവികതകളുണ്ട് എന്ന നിലപാടിൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ CPM-ഉം ഒക്കെ ഉറച്ചു നിൽക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അടക്കം പലപ്പോഴും നടന്ന ചർച്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആശങ്കകളൊക്കെ അവർ അറിയിച്ചതാണ്. പക്ഷേ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോഴും അത് തന്നെയാണ് സ്ഥിതി എന്നതാണ് ഇതിൻ്റെ ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന സംശയം ബലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്രത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ സംസ്ഥാനത്ത് സന്ദർശനത്തിനെത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തടക്കം നിലനിൽക്കുന്ന ആശങ്കകൾ അത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സാഹചര്യം അത് രാഷ്ട്രീയമായ ചില അസ്വാഭാവികതകൾ കൂടിക്കൊണ്ടാണ് എന്ന ഒരു പ്രചാരണം ഒരു വശത്ത് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ അത് വലിയ തരത്തിൽ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പായി എത്രമാത്രം വേഗത്തിൽ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഒഴിവാക്കപ്പെട്ട ആളുകളെ പരമാവധി അതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇനി പൂർത്തിയാക്കും, അതിനുള്ള എന്ത് തുടർ നീക്കങ്ങളിലേക്ക് കടക്കും എന്നതാണ് ഇവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. യെസ്, തീർച്ചയായും ഇവിടെ ഈ കണക്കുകൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് മുന്നേറ്റങ്ങൾ ഇതൊക്കെയാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോഴും ഡാൻ, ഒരു നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാരെ ചേർക്കുക എന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ടുകൾ കഴിയുന്നത്ര ഉറപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അതാണല്ലോ ഈ BLOമാർക്കൊപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ അവരെ സഹായിക്കുന്നതിനായി എത്തിയിട്ടുള്ളത്. ഇവിടെ ചർച്ചയാകുന്നത് നമുക്കറിയാം, ഈ വോട്ട് ചോരി എന്നൊരു വിഷയം പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. അതിനെ തുടർന്നാണ് പിന്നെ SIR-ലേക്ക് പോയത്. കേരളത്തിൽ പോലും ചില മണ്ഡലങ്ങളിൽ വോട്ടർമാരെ ബോധപൂർവമായി കുത്തിത്തിരികുകയും അങ്ങനെയാണ് പലയിടത്തും BJPക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചത് എന്ന ആക്ഷേപമൊക്കെ നിലനിന്നിരുന്നു. അതിന് BJPയുടെ നേതാവ് ഗോപാലകൃഷ്ണന്റെ മറുപടിയും ഇപ്പോൾ നമുക്കറിയാമല്ലോ. അതായത് ജയിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ കശ്മീരിൽ നിന്ന് പോലും വോട്ടർമാരെ എത്തിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യിക്കും എന്ന് പറയുന്നു. അതായത് 6 മാസത്തിന് മുകളിൽ സ്ഥിരതാമസമുണ്ടെങ്കിൽ അത്തരം വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ കയറിപ്പറ്റാൻ പറ്റും. പക്ഷേ ഇവിടെ ഇതാ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അവിടെ സ്വാഭാവികമായും പ്രേക്ഷകർക്കുണ്ടാകുന്ന ഒരു സംശയം, ഈ പുറത്തായവർ BJPയിൽപ്പെട്ടവരല്ല എന്നെങ്ങനെ പറയാൻ സാധിക്കും? അല്ലെങ്കിൽ അവർ ഏതെങ്കിലും കോൺഗ്രസിൻ്റേതാണ് എന്ന് അല്ലെങ്കിൽ CPM-ൻ്റേതാണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന ഒരു സംശയം ഉണ്ടാകുമല്ലോ. അതായത് 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടിക പ്രകാരം 8.9 ലക്ഷം പേരുടെ കുറവ് അന്തിമ പട്ടികയിലുണ്ട് എന്നാണ് വിലയിരുത്തൽ. എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്യുമ്പോൾ 16 ലക്ഷം വോട്ടർമാരുടെ കുറവ് SIR-ന് ശേഷമുള്ള പട്ടികയിലുണ്ട് എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. അതായത് 2.69 കോടി വോട്ടർമാരാണ് നിലവിൽ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഒമിറ്റായവരുടെ എണ്ണം സംബന്ധിച്ച് ചില അസ്വാഭാവികതകൾ ഉയരുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ തന്ത്രപ്രധാനമായ ചില മണ്ഡലങ്ങളിൽ 40,000-ലധികം വോട്ടുകൾ 3 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലായി കുറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായി ഏത് തരത്തിൽ ചിന്തിച്ചാലും അത് രാഷ്ട്രീയമായി ഒരു അസ്വാഭാവികത, അതൊരു സുതാര്യതയില്ലായ്മയായുള്ള അത്തരത്തിലുള്ള സംശയങ്ങൾ ബലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളടക്കം നൽകുന്ന സൂചനകൾ വരുന്ന തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്ന സമയം വരെ, അതായത് വരുന്ന ഒരു 2 ആഴ്ചക്കകത്ത് വിജ്ഞാപനം വന്നേക്കുമെന്നുള്ള സൂചനകളാണുള്ളത്. തീയതി പ്രഖ്യാപിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് വരെ ഇതിൽ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധി നീട്ടി നൽകിയിട്ടുണ്ട്. ആ സമയത്തിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പോട്ട് വെച്ചിട്ടുള്ള 4 പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകൾ BLOമാർക്ക് കൈമാറിക്കൊണ്ട് പട്ടികയിൽ പേര് ഉൾപ്പെടുത്താനുള്ളൊരു അവസരം കൂടി ലഭിക്കും. അതിനുശേഷം മാത്രമേ അതിലൊരു ഫൈനൽ പ്രൊസീഡിങ്സിലേക്ക് കടക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. ഇതിൽ പ്രധാനമായി
വിദേശത്തേക്ക് പോയിരിക്കുന്ന പല ആളുകളെയും BLOമാർക്ക് നേരിൽ ബന്ധപ്പെടാൻ കഴിയാത്തൊരു പശ്ചാത്തലമൊക്കെയുണ്ട്. അവരാണ് ഈ റിജക്റ്റ് ആയിരിക്കുന്നവരിൽ അധികവും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത്രയധികം ആളുകൾ ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമായി ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതായത് സംസ്ഥാനത്ത് ഏറ്റവും അധികം വലിയ പ്രചാരണം SIRമായി ബന്ധപ്പെട്ട് നടന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം സെൻട്രലും നേമവും വട്ടിയൂർക്കാവും ഒക്കെ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 40,000-ൽ-അധികം വോട്ടുകൾ 3 മണ്ഡലങ്ങളിലായി കുറയുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാക്കുന്ന ചങ്കിടിപ്പും ആശങ്കയും ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ മുന്നണികളും അതിനെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ ആശങ്ക അവർ നേരത്തെ തന്നെ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കണക്കുകൾ അന്തിമ പട്ടിക പുറത്തു വരുമ്പോൾ ഈ കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആശങ്കകളും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 2-3 ആഴ്ചക്കകത്ത് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് എത്ര പേരെ പരമാവധി തിരികെ ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനാവും എന്നതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം ഈ ഓഫീസർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ദ്രുതഗതിയിലുള്ള ഇടപെടലുകളും അതിന് തുടർന്ന് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രതികരണവുമാകും. എങ്കിൽ പോലും ഈ 1.5 ലക്ഷം ആളുകൾ ഒഴിവാക്കപ്പെട്ട 3 മണ്ഡലങ്ങളിൽ എത്ര പേരെ ഈ നടപടിക്രമങ്ങൾ പൂർണ്ണമായി പൂർത്തിയാക്കി 2 ആഴ്ചക്കകത്ത് പട്ടികയിലേക്ക് തിരികെ ഉൾപ്പെടുത്താനാവും എന്നത് വലിയൊരു സംശയമായി തന്നെ ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതായത് ഡാൻ, ചുരുക്കി പറഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് കണക്കുകൾ അടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നിരത്തുമ്പോൾ അവിടെ ഈ വോട്ടർമാരുടെ കുറവ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും, അല്ലേ? അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ അവിടെ ഇടത് വലത് മുന്നണികൾക്കപ്പുറത്തേക്ക് BJPക്ക് ആധിപത്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ഈ പറയപ്പെട്ട ഇത്രയധികം വോട്ടുകൾ കുറഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങളിൽ BJPക്ക് ആധിപത്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അങ്ങനെ ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഉറപ്പാണ് അപ്പോൾ അത് എത്തി നിൽക്കാൻ പോകുന്നത്, ആരോപണം പ്രധാനമായി എത്തി നിൽക്കാൻ പോകുന്നത് ഈ വോട്ടർ പട്ടിക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുണ്ടായ നടപടികളിലെ ഈ അസ്വാഭാവികതകളിലേക്ക് തന്നെയായിരിക്കും. കാരണം സംസ്ഥാനത്തെ ഏറ്റവും അധികം വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രചാരണവും ഉദ്യോഗസ്ഥരുടെ സജീവമായ ഇടപെടലുകളും അതോടൊപ്പം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ഈ SIRന്റെ ഫോം വിതരണം ചെയ്യാനായൊക്കെ ഇറങ്ങിയ സ്ഥലങ്ങളാണ് തിരുവനന്തപുരം സെൻട്രൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പട്ടികയിൽ നിന്ന് ഇത്രയധികം ആളുകൾ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനുണ്ടാകുന്ന രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളും ചോദ്യങ്ങളും വളരെ വലുതായിരിക്കും. അതിന് ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചും ഒരുപാട് സംശയങ്ങൾ ഉയരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. കാര്യം ഇത്തരത്തിലുള്ള സംശയങ്ങൾ നേരത്തെ മുതൽ തന്നെ മുന്നണികൾ ഉന്നയിച്ചു തുടങ്ങിയതാണ്. പലതവണ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് വെച്ച് ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ഈ ആശങ്കകൾ പങ്കുവച്ചതാണ്. അങ്ങനെയൊരു ആശങ്കകൾ പങ്കുവെക്കപ്പെട്ട സ്ഥലത്ത് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ 1.5 ലക്ഷത്തിലധികം ആളുകൾ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളിൽ നിന്നായി പുറത്താകുന്ന ഒരു സാഹചര്യവും 20,000-ലധികം വോട്ടർമാർ വീതം മറ്റ് 4 മണ്ഡലങ്ങളിൽ നിന്നായി ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യവും വരുമ്പോൾ അതും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി ഉണ്ടാക്കാൻ പോകുന്ന ആശങ്കകൾ ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് കൂട്ടിക്കിഴിക്കലുകളുമായി മുമ്പോട്ടിറങ്ങുന്ന മുന്നണികൾക്ക് മുമ്പിൽ അത് വലിയൊരു ആശങ്കയുടെ വിത്തുമാകുന്ന സാഹചര്യമായി മാറിയിരിക്കുന്നത്. യെസ്, അതാണ് സംസ്ഥാനത്തെ SIR, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് വരുമ്പോൾ അതിലേതാണ്ട് 8 ലക്ഷം വോട്ടർമാരുടെ കുറവുണ്ടാകുന്നു. ആ കുറവിൽ 1.5 ലക്ഷത്തോളം വോട്ടർമാരുടെ കുറവ് ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്തെ 4 മണ്ഡലങ്ങളിൽ ആണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടർമാരുടെ കുറവ് എങ്ങനെ പ്രതിഫലിക്കും എന്ന ആശങ്കയുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.